ഒന്ന് രാജാക്കന്മാർ 8-ാം അധ്യായം 33-34 വാക്യങ്ങൾ. നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുക നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്കലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തേണമേ. ഈ പ്രാർത്ഥനയിൽ എപ്പോഴായിരിക്കും ജനം ദൈവത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്ന് എന്ന് ശലോമോൻ പറയുന്നു. മാത്രമല്ല, യുദ്ധപരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നുകൂടെ പറയുന്നു. പരാജയപ്പെടുമ്പോൾ സ്വയപരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും കാണാം. ശത്രുവിനോട് തോൽക്കുക എന്നത് പലപ്പോഴും നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. അതുവരെ ഉണ്ടായിരുന്നതൊക്കെയും നഷ്ടപ്പെടാം. അഭിമാനമില്ലാതായി അപമാനത്തിൽ ജീവിക്കേണ്ടി വരാം. സ്വന്തമായുള്ളതൊന്നും അനുഭവിക്കാൻ കഴിയാതെ അടിമയായി ജീവിക്കേണ്ടി വരാം. ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരിക എളുപ്പമല്ല. ആകയാൽ യുദ്ധങ്ങളിൽ പരാജിതരാകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. പക്ഷേ ദൈവജനം പരാജിതരാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പാപമാണ്. പാപം ചെയ്യുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകലുന്നു, ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു, ദൈവത്താലുള്ള സംരക്ഷണം നഷ്ടപ്പെടുന്നു. പാപം തിരിച്ചറിഞ്ഞ് അനുതപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊരു കുറുക്കുവഴിയും ഇല്ല. ശരിയായ മാനസാന്തരം മാത്രമേ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുകയുള്ളൂ. പാപം നിമിത്തം ശത്രുവിനോട് തോറ്റിട്ട് ദേശത്ത് നിന്ന് തന്നെ പലവട്ടം ഇസ്രായേൽ ജനം ഓടിപ്പോകേണ്ടി വന്ന ചരിത്രം നമുക്കറിയാവുന്നതിനാൽ ശലോമോന്റെ ഈ പ്രാർത്ഥനയിൽ അപേക്ഷിച്ച കാര്യങ്ങൾ ദൈവം പിന്നീട് നൽകിക്കൊടുത്തെന്ന് മനസ്സിലാക്കാം. അസീറിയൻ ബാബേൽ പ്രവാസവും പേർഷ്യൻ പ്രവാസവും കഴിഞ്ഞ് അവർക്കൊരു മടങ്ങിവരവുണ്ടായെങ്കിലും പിന്നീട് റോമൻ സമ്രാട്ടുകൾ അവരെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഓടിച്ചു. നൂറ്റാണ്ടുകൾക്കിപ്പുറം അവർ ഇന്ന് സ്വദേശത്തേക്ക് മടങ്ങി വന്നു. പ്രാർത്ഥനകൾ നൂറ്റാണ്ടുകൾക്കിപ്പുറവും മറുപടി ലഭിക്കുന്നതാണെന്ന് ഇത് കാണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.